ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാത്രിയിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. രാത്രിയിൽ ഏകദേശമുള്ള പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേനും ചോറ് കൊടുത്തിട്ടുള്ള പണിയുണ്ട്. ചോറ് കൊടുക്കുന്നതിന് മുന്നേ ഇരുന്ന് ടി വി ആണ് കേട്ടോ. അപ്പോൾ ദാ സുയിത്താടൻ വന്നിട്ടുണ്ട്. സുയിത്താടൻ വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ പണി. രണ്ടാളും കൂടെ ഒന്നിച്ചൊരു കളിയൊക്കെ ഉണ്ട് കേട്ടോ. കുപ്പി ഗ്ലാസ് കളിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ട് അച്ഛയെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അത് കാണിച്ചത്. എന്നിട്ട് വീഡിയോ എടുത്തു അമ്മയെന്നും പറഞ്ഞിട്ട് എനിക്ക് ഓരോരോ കാലിൻ്റെയും കയ്യിൻ്റെയും ഒക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു തരുവാണ് കേട്ടോ. ലെഗ്, ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യം പറഞ്ഞു തരുവാണ് കേട്ടോ. അവസാനം അവൾക്ക് മടുത്തു. മതി എന്നും പറഞ്ഞിട്ട് എണീച്ച് പോയിട്ടാ. എന്നിട്ട് പിന്നെ ഞാൻ ചോറ് വേവിച്ചായിരുന്നേ. ചോറ് വയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെക്കുകയാണ് കേട്ടോ കയ്യോടെ. അത് രാവിലെ പണിക്കാരുള്ളതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേനും അതെന്ന് പറയും രാവിലെ ഗ്യാസ് തീർന്നിട്ട് കുറച്ച് ഓയിലേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ചോറും കറിയൊക്കെ ഗ്യാസ് പിന്നെ അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് മേടിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോറൊക്കെ ആക്കി, പണിക്കാരുണ്ടായിരുന്നു. ചോറൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അത് നേരെ എല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. ചോറ് കൊണ്ടു കൊടുക്കേണ്ടി വന്നു. പണിക്കാർക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. അപ്പോൾ കൊണ്ടു കൊടുക്കലും കൊണ്ടുവരലും ഇതെല്ലാം തന്നെ ഒരു പണി തന്നെ ആയിട്ട് നിന്നു കേട്ടോ. അല്ലെങ്കിൽ വണ്ടിയില്ല പണിക്കാരാണെങ്കിൽ ഇവിടെ വന്നിട്ട് കഴിക്കും കേട്ടോ. പക്ഷെ വണ്ടി ഇല്ലാത്തവരാണ് ഉണ്ടായിരുന്നത്, പെണ്ണുങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് നടത്തിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആ ഒരു സമയം അങ്ങനെ തന്നെ പോയില്ലേ. പിന്നെ ഇളയമൊക്കെയാണ് കേട്ടോ പണിയെടുക്കാൻ വന്നിട്ടുണ്ടായത്. അപ്പോൾ പണിക്കാർ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കണില്ല. എൻ്റെ ബന്ധുക്കൾ തന്നെയാണ് കേട്ടോ. അമ്മമ്മേൻ്റെ അനിയത്തിയൊക്കെയാണ് കേട്ടോ പണിയെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് പാത്രമൊക്കെ കഴുകാനില്ല. എച്ചിലൊക്കെ പാത്രമല്ല, ഇങ്ങനെ ചോറൊക്കെ വെച്ചിരിക്കുന്ന പാത്രം. ഞാൻ മറ്റേ ചോറ് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാറാണ് പതിവ്. അത് പറ്റിയില്ല കേട്ടോ ഇന്ന്. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ വേഗം അത് മാറ്റി വെച്ചിട്ട് ആ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. പാത്രമൊക്കെ കഴുകി കുറേ സമയം ഞാൻ അത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലാഗായിട്ട് തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല. അതിനിടയിൽ കുഞ്ഞു വന്നിട്ട് എന്തൊക്കെയോ എന്നോട് പല്ല് തേക്കാനോ ബ്രഷ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോലും പറഞ്ഞിട്ട് വർത്താനം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ തണയൊക്കെ ഒന്ന് തുടച്ചെടുത്തിടണം. മിക്സിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പറ്റ പൊടിയൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ എടുത്ത് തുടച്ചൊന്ന് ക്ലീനാക്കി ഇടുന്നുണ്ട്. എന്താ വിചാരിച്ചാൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പാത്രം ഒതുക്കി വെക്കാൻ പറ്റിയില്ല എന്ന്. അതുകൊണ്ട് നിറയെയും പാത്രമായിരുന്നേ. ഓരോരോ പാത്രം ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങളായതുകൊണ്ട് എല്ലാം നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊക്കെ തുടച്ച് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ലായിരുന്നേ. അപ്പോൾ ഇപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒഴിച്ച് മാറ്റി ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകിയും വെച്ചല്ലോ. അപ്പോൾ തണ ഒഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് തുടച്ചെടുത്തിട്ട് അത് അടിച്ചു വരുവാണ് കേട്ടോ. അടിച്ചു വരുന്നത് വീഡിയോ എടുക്കുക.
അടിച്ചു വാരിയിട്ട് ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് പോകും കേട്ടോ. അടുക്കളയിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു സൗകര്യമില്ല കേട്ടോ. ഇതാ അതിനിടയിൽ ഇതാ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഇതാ അലക്കുന്ന തുണികൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ മാറ്റി ബക്കറ്റിലിടാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടിട്ട് അത് ബക്കറ്റിലൊന്നും അല്ല പോയത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിരഞ്ഞ് കിടക്കുന്ന കണ്ടിട്ട് ഞാനത് എടുത്തിട്ട് ബക്കറ്റിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. നേരെ തൂത്തുവാരിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നുവേ. അത് പണിക്കാർക്കുള്ള വെള്ളമാണ് കേട്ടോ. നാളെ പണിക്കാർ ഉണ്ട് കേട്ടോ. 6 മണിക്ക് അവർ വരും. അപ്പോൾ ചൂടുവെള്ളം തണിയില്ലല്ലോ രാവിലെ വെച്ചാൽ. അപ്പോൾ ക്യാനിലേക്കാണ് ആക്കി വെക്കേണ്ടത്. അപ്പോൾ വലിയൊരു ക്യാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ പണിക്കാർക്ക് വെള്ളം കൊടുക്കാൻ മാത്രമായിട്ട്. എന്താ വെച്ചാൽ വെള്ളം അപ്പപ്പോഴേ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും പറ്റില്ല. അപ്പോൾ വലിയ പാത്രത്തിലാകുമ്പോൾ അവർക്ക് രാവിലെ കൊണ്ടുവച്ചാൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ 2 മണി വരെ അവരുണ്ടാവുക. അപ്പോൾ ആ സമയം വരേക്കും ഉള്ള വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ രാവിലെ അത് ആക്കി ചൂടായി കഴിഞ്ഞ് ആറിക്കഴിഞ്ഞിട്ടെല്ലാം പോകുമ്പോഴത്തേനും അവർ ഒരു അവശത ആയിട്ടുണ്ടാവും കേട്ടോ വെള്ളം കുടിക്കാതെ. അതുകൊണ്ട് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അവർക്ക് ഭക്ഷണമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വെള്ളം ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ചായ, കാൽ ചായ പോലെ രാവിലെ വരുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ കാൽ ചായ പോലെ കൊടുക്കാറുണ്ട് കേട്ടോ. രാവിലെ എന്തെങ്കിലും ഒരു കൊട്ടപ്പലഹാരം ആക്കിയിട്ട് കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ അടിച്ചു വാരി കഴിഞ്ഞു കേട്ടോ. അടിച്ചു വാരിയിട്ട് അതൊക്കെ വേസ്റ്റൊക്കെ കൊണ്ട് ചാടുകയാണ് കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.